നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നതിനിടയിൽ ഇറാനെ ഞെട്ടിച്ച് ഇസ്രായേലിന്റെ വമ്പൻ നീക്കമെത്തിയിരിക്കുകയാണ്. ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖാത്തിമിനെയും വധിച്ചതായാണ് ഇസ്രായേൽ അവകാശപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിനിടെയായിരുന്നു ഇസ്രായേൽ വധിക്കുന്ന മൂന്നാമത്തെ ഉന്നത ഇറാനിയൻ നേതാവാണ് ഖാത്തിം. ഇറാൻ സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാരിജാനി, ബാസിജ് പാരാമിലിറ്ററി ഫോഴ്സ് തലവൻ ഗുലാം റസ സുലൈമാനി എന്നിവർക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇന്റലിജൻസ് മന്ത്രിയുടെയും മരണവാർത്ത പുറത്തെത്തിയത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് ശേഷം രാജ്യത്തെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വ്യക്തിയായിരുന്നു അലി ലാരിജാനിയുടെ മരണം ഇറാൻ ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചു. ഇസ്ലാമിക വിപ്ലവം മുതൽ ഇറാൻ രാഷ്ട്രീയത്തിലെ നിർണായകമായ പങ്ക് വഹിച്ചിരുന്ന ലാരിജാനിയുടെ വിയോഗം രാജ്യത്തിന് നികത്താനാകാത്ത നഷ്ടം കൂടിയാണ്. ഇതിനു പിന്നാലെയാണ് ബസിജ് കമാൻഡർ ഗുലാം റിസ സുലൈമാനിയെയും ഇസ്രായേൽ വധിച്ചത്. ഈ 2 പ്രമുഖരുടെ വിയോഗത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇന്റലിജൻസ് മന്ത്രിയെയും ലക്ഷ്യം വെച്ചതിലൂടെ ഇറാന്റെ സുരക്ഷാ ഇന്റലിജൻസ് സംവിധാനങ്ങളെ പാടെ തകർത്തെറിയുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം. ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബിനെ വധിച്ചതായാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയത്. രാത്രിയിൽ നടത്തിയ വ്യോമാക്രമണത്തിനിടെയായിരുന്നു ഖത്തീബിനെ വധിച്ചത്. ഇക്കാര്യമാണ് ഇസ്രായേൽ ഇപ്പോൾ അവകാശപ്പെട്ടത്. ഇറാൻ അധികൃതർ ഇതുവരെയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. വരും മണിക്കൂറുകളിൽ എല്ലാ യുദ്ധമുന്നണികളും വലിയ അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടാകുമെന്നും ശത്രുക്കളെ വേട്ടയാടുന്നത് തുടരുമെന്നുമാണ് കാറ്റ്സ് വ്യക്തമാക്കിയത്. ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെ വധിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് പ്രത്യേക അനുമതി നൽകുകയും ചെയ്തു. എന്തായാലും 2 ദിവസത്തിനിടെ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ പ്രമുഖ ഇറാനിയൻ നേതാവാണ് ഇസ്മായിൽ ഖത്തീം. ചൊവ്വാഴ്ച ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലാരിജാനിയെയും റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ഗുലാം റസ സുലൈമാനിയെയും ഇസ്രായേൽ വധിച്ചിരുന്നു. മരങ്ങൾക്കിടയിൽ ഒളിച്ച ടെന്റിനുള്ളിൽ കഴിയുമ്പോഴായിരുന്നു ഗുലാം റസ സുലൈമാനിയെ സൈന്യം വധിച്ചത്. ഫെബ്രുവരി 28-ന് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചുകൊണ്ട് ആരംഭിച്ച സൈനിക നീക്കത്തിന് ശേഷം കൊല്ലപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയനായ നേതാവ് കൂടിയാണ് ലാരിജാനി. ഇറാന്റെ നേതൃനിരയിൽ ആർക്കും സുരക്ഷിതമായ ഇടമില്ല എന്ന സന്ദേശമാണ് ഈ ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ നൽകുന്നത്. ഷിയ പുരോഹിതനായ ഇസ്മായിൽ ഖത്തീം ഇറാൻ ജുഡീഷ്യറിയിലും ഇന്റലിജൻസ് മന്ത്രാലയത്തിലും വിവിധ പദവികൾ വഹിച്ചിട്ടുണ്ട്. 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിലും റവല്യൂഷണറി ഗാർഡ്സിന്റെ ഭാഗമായിരുന്ന ഇദ്ദേഹത്തിന് പോരാട്ടത്തിനിടെ പരിക്കേൽക്കുകയായിരുന്നു. അമേരിക്കയും സഖ്യകക്ഷികൾക്കുമെതിരെ സൈബർ ആക്രമണങ്ങളും ചാരപ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയെന്നാരോപിച്ച് 2022-ൽ US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഖത്തീബിന് ഉപരോധം ഏർപ്പെടുത്തി. അൽജവീറിലെ സർക്കാർ വെബ്സൈറ്റുകൾക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണങ്ങളും വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയതിലും ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്നായിരുന്നു അമേരിക്കയുടെ കണ്ടെത്തൽ.